ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്നത് ഇനിയും നീളും. ഒടുവിൽ പോയ SDPI പ്രവർത്തകർക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിൽ ഇതുവരെ 13 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, സംഘർഷമുണ്ടാക്കിയതിന് പിന്നിൽ SDPI പ്രവർത്തകരാണ്, ഭീകര സംഘടനയുടെ ഇടപെടലുണ്ട് എന്ന് കൃത്യമാണ്, വ്യക്തമാണെങ്കിലും പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള വിമർശനം തന്നെയാണോ ശക്തമാകുന്നത്? ഒപ്പം ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്നത് ഇനിയും നീളും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KP ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണം തുറക്കാനുള്ള അനുമതി ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് 7 ദിവസത്തെ നിരോധനാജ്ഞയാണ് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രദേശത്ത് സംഘം ചേരാനോ കൂട്ടം കൂടാനോ ഉള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതി അല്പം മാറി ഈ താമരശ്ശേരി കട്ടിപ്പാറ ഭാഗത്തേക്ക് സമരം പന്തൽ കെട്ടി വീണ്ടും സമരം തുടരുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസവും ഈ കേസിൽ അറസ്റ്റിലായത് ഒരു SDPI പ്രവർത്തകനാണ്. ഈ SDPIയുടെ സജീവ പ്രാദേശിക പ്രവർത്തകൻ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ഇങ്ങനെ 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. 351 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ SDPI പ്രവർത്തകരും അതുപോലെ തന്നെ CPM പ്രവർത്തകരുമാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്നത് SDPI, CPM, DYFI പ്രവർത്തകരാണ്. നിലവിൽ ഈ അറസ്റ്റിലായ 13 പേര്. കേസിൽ കൂടുതൽ SDPI പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SDPI മതമൗലികവാദികൾക്കായുള്ള അന്വേഷണം അത് പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ തന്നെ കയറി പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇവരുടെ ഫോൺ കോളുകൾ, ഫോൺ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രദേശത്തുള്ള CCTV കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇനിയും കേസിൽ നിരവധി SDPI പ്രവർത്തകർ പിടിയിലാകാനുണ്ട്. മാത്രമല്ല, പ്രാദേശികമായി നടന്ന ഒരു സമരത്തിൽ ഈ മലപ്പുറം കൊടുവള്ളി പോലുള്ള പ്രദേശത്തെ ആളുകൾ, സൈഫുള്ള പോലുള്ള ആളുകൾ കൂടി ഈ കേസിൽ അറസ്റ്റിലായിരുന്നു. ഇദ്ദേഹം എങ്ങനെയാണ് ഒരു പ്രാദേശിക സമരത്തിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ എത്തിയത് എന്ന തലത്തിൽ കൂടി പോലീസ് അന്വേഷണം എന്തായാലും ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രദേശവാസികൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോഴും സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ അത് അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, മുന്നോട്ട് പോകാനാകുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രദേശവാസികൾ നേരത്തെയൊക്കെ തന്നെ സമരം നടത്തിപ്പോന്നിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസമാണ് ഈ സമരം ഇത്തരത്തിൽ പെട്ടെന്ന് നാട്ടുകാർ ഏറ്റെടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ SDPI പോലുള്ള ഭീകര സംഘടനകൾ ഈ ഒരു സമരം ഏറ്റെടുക്കുകയും സമരത്തിൽ നുഴഞ്ഞു കയറി ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്. അതായത് ബോധപൂർവമുള്ള ഒരു സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു, അതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്, അല്ലേ? തീർച്ചയായും KP, ഈ പ്രദേശത്തെ പ്രാദേശിക BJP നേതാക്കളടക്കം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ നടക്കുന്ന സമാധാനപരമായി നടത്തുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സമരം, ഈ സമരത്തിന്റെ മുഖം ഒരു ദിവസം പെട്ടെന്ന് മാറുന്നു, അക്രമാസക്തമാകുന്നു, ആളുകളെ കൊല്ലാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തുന്നു. ഒരു ഫാക്ടറി തീയിട്ട് നശിപ്പിക്കുന്നു, ഫാക്ടറിയിലെ വാഹനങ്ങൾ നശിപ്പിക്കുന്നു, ഫാക്ടറിയിലെ ജീവനക്കാർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ഈ രീതിയിൽ ഇത് ഈ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു സമരം അഴിച്ചുവിടാൻ SDPI പോലുള്ള മതമൗലികവാദി ശക്തികൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതാണ്. ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഇത്തരത്തിൽ ഇനിയും ഈ BJP അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇനിയും ഇത്തരത്തിൽ പല സമരങ്ങളിലേക്കും ഇവർ നുഴഞ്ഞു കയറി ഈ രീതിയിൽ അക്രമാസക്തമാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ ഇത്തരക്കാരെ മുളയിലെ നുള്ളണം, കൃത്യമായിട്ടുള്ള ശിക്ഷ ഇവർക്ക് ലഭിക്കണം. മാത്രമല്ല, ഈ SDPI ഇതിന് പിന്നിൽ വെച്ചു പുലർത്തുന്ന അജണ്ട കൃത്യമായി പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരണം എന്ന് കൂടിയാണ് പ്രദേശത്തെ BJP അടക്കം ഈ വിഷയത്തിൽ പറയുന്നത്. എന്തായാലും പ്രാദേശികമായിട്ടുള്ള ഒരു സമരം, നാട്ടുകാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവരത് സമാധാനപരമായി പോകുന്നു. അത്തരത്തിലുള്ള സമരത്തിലേക്ക് SDPI എങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നത്? ഈ രീതിയിൽ അക്രമം അഴിച്ചുവിടാൻ അവർക്ക് എവിടെ നിന്നാണ് ധൈര്യം ഉണ്ടാകുന്നത്, എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് കൂടിയാണ് പ്രദേശവാസികളും അതുപോലെ തന്നെ BJP അടക്കമുള്ള പാർട്ടികളും ഉന്നയിക്കുന്നത്. KP, കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.